ഊർജം, ഗതാഗതം, ശുചിത്വ നഗരം തുടങ്ങിയ പദ്ധതികൾക്ക് ഊന്നൽ നൽകി പെരുമ്പാവൂർ നഗരസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് ചെയർപേഴ്സൺ സാലിദ സിയാദാണ് ബജറ്റ് അവതരിപ്പിച്ചത്. നഗരസഭയിലെ 1-ാം വാർഡിൽ വല്ലംകടവിൽ പുഴയോര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സൗന്ദര്യവൽക്കരണം നടത്തുന്നതിന് ബജറ്റിൽ 10 ലക്ഷം രൂപ വകയിരുത്തി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിക്കാനായി വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, പകർച്ചവ്യാധികൾ, തീപിടുത്തം തുടങ്ങിയ വിപത്തുകൾ നേരിടുന്നതിനായും ദുരന്ത നിവാരണ സ്ക്വാഡിനെ ശക്തിപ്പെടുത്തൽ, പൊതുതോടുകൾ, കുളങ്ങൾ, ജലാശയങ്ങൾ, PVIP കനാൽ തുടങ്ങിയവ ശുചീകരിച്ച് നീരൊഴുക്ക് സുഗമമാക്കൽ, വനവൽക്കരണം, മാലിന്യനിർമ്മാർജ്ജനം, ആവശ്യമായ ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങിയവയ്ക്കായി 1 ലക്ഷം രൂപയും വകയിരുത്തി. അതിഥി തൊഴിലാളികളുടെ ഇടയിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ ഒരുക്കുന്നതിനായി ആവശ്യമായ ബോധവൽക്കരണ പരിപാടി, മയക്കുമരുന്ന്, മറ്റ് ലഹരി ഉപയോഗങ്ങൾ തടയൽ എന്നിവയ്ക്കായി ബോധവൽക്കരണ പരിപാടികൾ, ഹെൽത്ത് ചെക്കപ്പ്, ആധാർ അപ്ഡേഷൻ പൂർണ്ണമാക്കൽ, അതിഥി തൊഴിലാളികളുടെ വിവരശേഖരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായി 1 ലക്ഷം രൂപയും മാറ്റിവെച്ചു. നഗരസഭയുടെ വെജിറ്റബിൾ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ്, ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ്, യാത്രി നിവാസ്, പട്ടാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങിയവയുടെ അറ്റകുറ്റപ്പണികൾ അടുത്ത സാമ്പത്തിക വർഷം നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനായി 50 ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. കൂടാതെ പ്രായാധിക്യം, ഗുരുതര രോഗം തുടങ്ങിയ കാരണങ്ങളാൽ ചലനശേഷി പരിമിതപ്പെട്ടവർക്ക് അനിവാര്യമായ സേവനങ്ങൾ വാതിൽപ്പടിക്കൽ എത്തിക്കുക, വയോജനങ്ങൾ, കുട്ടികൾ, സ്ത്രീകൾ, ഭിന്നശേഷിയുള്ളവർ, ട്രാൻസ്ജെൻഡേഴ്സ്, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്നിവരുടെ അതിജീവന ആവശ്യങ്ങൾക്ക് പ്രാധാന്യവും തുല്യ പരിഗണനയും നൽകുന്ന വികസന പ്രവർത്തനങ്ങളെ ആവിഷ്കരിക്കുക, നഗരങ്ങളിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുക തുടങ്ങിയവയും ബജറ്റ് ലക്ഷ്യം വെക്കുന്നു. 48,71,51,742 രൂപ വരവും 48,05,49,757 രൂപ ചിലവും 72,01,985 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ചെയർമാൻ ബിജു ജോൺ ജേക്കബ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഭിലാഷ് പുതിയടത്ത്, മിനി ജോഷി, CK രാമകൃഷ്ണൻ, റഷീദ ലത്തീഫ്, ജോൺ ജേക്കബ്, മറ്റ് കൗൺസിലർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നമ്മൾ എല്ലാ മേഖലയിലും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ 2024-25 ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. പെൻഷൻ വകയിൽ തന്നെ 9,92,51,243 രൂപ നമുക്ക് മുനിസിപ്പാലിറ്റിക്ക് ലഭിക്കാനുണ്ട്. നമ്മൾ എല്ലാ കൃഷികൾക്കായും മൃഗസംരക്ഷണത്തിനായും എല്ലാ ഇതിലേക്കും നമ്മൾ തുകകൾ വകയിരുത്തിയിട്ടുണ്ട്. കൃഷിക്ക് 15,82,400 രൂപ, മൃഗസംരക്ഷണത്തിന് 8,94,500 രൂപ, വികസനം തൊഴിൽ പദ്ധതി 15,82,000 രൂപ, ആശ്രയ പദ്ധതിക്ക് നമ്മൾ തുക കണ്ടെത്തി വച്ചിട്ടുണ്ട് 12 ലക്ഷം രൂപ, വാതിൽപ്പടി സേവനം 1 ലക്ഷം രൂപ, കുടിവെള്ളം 36,89,000 രൂപ. ഇത് നമ്മൾ എല്ലാ ഇതും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ തവണത്തെ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്.